ഈ സൈറ്റിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈലിംഗ് കഴിഞ്ഞ് 75% ഓപ്പൺ സ്പേസ് വരും. ദെൻ അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന CP ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആണെങ്കിലും എല്ലാം പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ജോഗിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഒരു സ്പെഷ്യൽ ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് വനഗമ. അത് മിയാവാക്കി ഫോറസ്റ്റിനകത്തൂടെ നമുക്കൊരു ജോഗിംഗ് ട്രാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിന്റെ കൂടെ തന്നെ പ്രയാണ് ദ വാക്ക് വേ, അതും എക്സ്ട്രാ ജോഗിംഗ് ഏരിയ ആണ്. എക്സ്പീരിയൻസ് സെന്റർ മീൻസ് നമ്മൾ ഓരോ ഏരിയയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിന് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈവൻ നമ്മൾ ബാൽക്കണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്സിജൻ പാർക്ക് ഉണ്ട്, അതിൽ നമുക്ക് യോഗ സ്പേസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓക്സിജൻ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാണുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് ബീമ ബാമ്പു ആണ്. അതിൽ നിന്ന് ഓക്സിജൻ ആണ് എമിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തെർമൽ ആൻഡ് സൗണ്ട് ഇൻസുലേറ്റേഴ്സ് ആണ്. വാട്ടർ പ്രൂഫിംഗ് മെത്തേഡ്. ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ നേരെ പിൻവശത്തായിട്ട് വരുന്ന അസറ്റ് ലീഫ് പറഞ്ഞ പ്രൊജക്റ്റിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവരുടെ എക്സ്പീരിയൻസ് തന്നെയാണ് ബാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ സൈറ്റിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈലിംഗ് കഴിഞ്ഞ് പൈൽ ക്യാപ്പിന്റെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനി പൈൽ ക്യാപ്പിന്റെ വർക്കാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് സെന്ററിൽ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അവിടെ മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ അവരുടെ കൺസ്ട്രക്ഷൻ മെത്തഡോളജി ഒക്കെ കാണിക്കുന്ന രീതിയിലുള്ള മോഡൽസും ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പ്രൊജക്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ട് നമ്മളുടെ കൂടെ അസറ്റിന്റെ സെയിൽസ് മാനേജർ ആയിട്ടുള്ള സജ്ന മാമും കൂടെ ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ ഇതാണ് സജ്ന മാം. നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ പ്രൊജക്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഹായ്, വെൽക്കം ടു അസറ്റ് ഹോംസ്. താങ്ക് യു. ഓക്കെ, ആക്ച്വലി നമ്മൾ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലാൻഡ് ഏരിയ വരുന്നത് 1.28 ഏക്കേഴ്സ് ആണ്. അതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒരു സിംഗിൾ ടവർ മാത്രമേ വരുന്നുള്ളൂ. ഓപ്പൺ സ്പേസ് 75% ഓപ്പൺ സ്പേസ് വരുന്നുണ്ട്. അത്രയും ഓപ്പൺ സ്പേസ്. അത് മാത്രമല്ല, മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു ലീഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ അസറ്റ് ഹോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ അറിയാമല്ലോ, മെയിൻ ആയിട്ട് ഫുൾ ഓഫ് ട്രീ കട്ടിങ്സ് അങ്ങനെയുള്ള അഫോറസ്റ്റേഷൻ പ്രോസസ് ഒക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ അതായത് നേച്ചർ കണക്ടിവിറ്റി, ബയോഡൈവേഴ്സിറ്റി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മളൊരു നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഗ്രീനറീസ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് മെയിൻ ഹൈലൈറ്റ്. ലൈക്ക് മിയാവാക്കി ഫോറസ്റ്റ്, അങ്ങനെയുള്ള ഫോറസ്റ്റ് എല്ലാം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റിംഗ് ഫീച്ചർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ലീഫ് സ്റ്റൈൽ എന്നുള്ളത്. ബിക്കോസ് ഇൻ ഫ്യൂച്ചർ നമുക്ക് ലീഫ് 2, ലീഫ് 3 അങ്ങനെ നമുക്ക് ആ ഒരു സീക്വൻസ് ഇങ്ങനെ സീരീസ് പോലെ അങ്ങനെ പോകുന്നുണ്ട്. അത് ആക്ച്വലി നമ്മുടെ വനഗമ, ദാറ്റ് ഈസ് ദ മിയാവാക്കി ഫോറസ്റ്റ് വിത്ത് ജോഗിംഗ് ട്രാക്ക് ആണ്. നമുക്ക് യൂഷ്വലി അപ്പാർട്ട്മെന്റിലൊക്കെ താമസിക്കുന്നവർ അറിയാലോ, അതായത് അവര് ജോഗിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പുറത്തായിരിക്കും പോകുന്നത്. മീൻസ് നമുക്ക് അപ്പാർട്ട്മെന്റിനകത്ത് സ്പേസ് കാണില്ലല്ലോ, ജസ്റ്റ് ഒരു ഡ്രൈവ് വേ മാത്രമേ കാണുള്ളൂ. ബട്ട് നമ്മൾ ഇവിടെ ജോഗിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഒരു സ്പെഷ്യൽ ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് വനഗമ. അത് മിയാവാക്കി ഫോറസ്റ്റിനകത്തൂടെ നമുക്കൊരു ജോഗിംഗ് ട്രാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിന്റെ കൂടെ തന്നെ പ്രയാണ് ദ വാക്ക് വേ, അതും എക്സ്ട്രാ ജോഗിംഗ് ഏരിയ ആണ്. ജോഗ് ചെയ്യാനുള്ള ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ നമ്മൾ ഓക്സിജൻ പാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്സിജൻ പാർക്ക് വിത്ത് യോഗ സെന്റർ ആണ്. ഓക്സിജൻ പാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ബീമ ബാമ്പു എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബാമ്പു. ഓക്കെ, ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓക്സിജൻ എമിറ്റ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറവായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ പോയി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് യോഗയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ആവും. ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഓക്സിജൻ പാർക്ക് വിത്ത് യോഗ സെന്റർ. Then next is Arangam, the amphitheater. Amphitheater means നമ്മുടെ ഈ ഒരു ടെറൈൻ, നമ്മളിപ്പോൾ ഇറങ്ങി വന്ന ഈ ഒരു ടെറൈൻ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് സെന്റർ ആണ്. അതിൽ ഏറ്റവും നമ്മൾ ഡിമോളിഷ് ചെയ്യും. ദെൻ ഇപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പ്രോജക്റ്റിന്റെ ഒരു ഡെവലപ്മെന്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ് സെന്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് നമ്മൾ ആംഫിതിയേറ്റർ ആയിട്ട് ലേറ്റർ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓപ്പൺ ജിമ്മും കൂടി വരുന്നുണ്ട്. ഓക്കെ, സ്വസ്ത്യ എന്ന് പറയുന്ന ഒരു ഓപ്പൺ ജിമ്മും കൂടി വരുന്നുണ്ട്. കൂടാതെ ഇന്റേണൽ ജിം, ഇന്റീരിയറിലായിട്ട് ജിം വരുന്നില്ല? ഇന്റീരിയർ ജിം, ലേഡീസ് ജിം, ജെന്റ്സ് ജിം സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു ഓപ്പൺ ഏരിയയിൽ, അതായത് ഇത്രയും ഓപ്പൺ സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലാതെ ഒരു പ്ലെയിൻ ഏരിയ ആയിട്ട് ബ്ലാങ്ക് ആയിട്ട് ഓപ്പൺ സ്പേസ് നമ്മൾ പറഞ്ഞിട്ട് അങ്ങനെ പ്ലെയിൻ ആയിട്ട് വിടുന്നില്ല.
ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യും. അതെ അതെ, അത്രയും നമ്മൾ ഓപ്പൺ സ്പേസ് കൊടുക്കുന്നുണ്ട്. അമ്യൂണിറ്റീസ് കൊണ്ട് ഫുൾ ഓഫ് അമ്യൂണിറ്റീസ് ആയിരിക്കും വരുന്നത്. നമുക്ക് അകത്ത് കയറി നോക്കാം. ഇതാണ് എക്സ്പീരിയൻസ് സെന്റർ. യെസ്, എക്സ്പീരിയൻസ് സെന്റർ മീൻസ് നമ്മൾ ഓരോ ഏരിയയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിന് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈവൻ നമ്മൾ ബാൽക്കണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാൽക്കണി മെത്തേഡ്സ് കറക്റ്റ് ആയിട്ട് ആ മെത്തേഡ്സ് അതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഒരു എക്സ്പീരിയൻസ് സെന്ററിൽ കസ്റ്റമേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്യണം, എന്താണ് നമ്മൾ അസറ്റ് ഹോംസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ക്ലിയർ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കസ്റ്റമറിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഫീൽ ചെയ്യാൻ പറ്റും. അതെ അതെ അതെ, ആസച്ച് ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവൻ നമ്മൾ ഹാൻഡ് റെയിൽസ് പോലും ആ രീതിയിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് പ്രൈമർ, എപ്പോക്സി പ്രൈമർ ആണ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് കോട്ട്, സെക്കൻഡ് കോട്ട്, ഇത്രയും കോട്ടുകൾ ഈവൻ ഈ ഒരു ഹാൻഡ് റെയിൽ നമ്മൾ ആക്ച്വലി ഫിക്സ് ചെയ്യുന്ന മെത്തേഡ് തന്നെ ഡിഫറെന്റ് ആണ്. ആക്ച്വലി ഒരു ബേസ് പ്ലേറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹാൻഡ് റെയിൽ ഫിക്സ് ചെയ്യുന്നത് തന്നെ. അപ്പൊ അത്രയും നമുക്ക് സേഫ്റ്റി കൺസേൺസ് അങ്ങനെയുള്ള സേഫ്റ്റി ഫുൾ അഷ്യൂർ ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ്. മെയിൻ ആയിട്ട് ഈ ഒരു ഏരിയ നോക്കണമെങ്കിൽ നമുക്ക് ഓരോ ജോയിന്റ്സിലും ഫൈബർ മെഷ് കൊടുത്ത് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈവൻ ഒരു സിംഗിൾ ക്രാക്ക് പോലും ഉണ്ടാവാൻ പാടില്ല. ആ ഒരു മെയിൻ ആയിട്ടുള്ള ആ ഒരു ആസ്പെക്റ്റിലാണ് ഈ ഒരു ഫൈബർ മെഷ് തന്നെ കൊടുത്തിരിക്കുന്നത്. അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു ബാൽക്കണി ഏരിയയുടെ. ദെൻ ബാൽക്കണിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫിംഗ് മെത്തേഡ്. ഫസ്റ്റ് ഡോക്ടർ ഫിക്സിഡ് പിഡിഫിൻ 2K വെച്ചിട്ട് നമ്മൾ ഒരു വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നുണ്ട്. ദെൻ അതിന്റെ പുറത്തായിട്ട് ഒരു പ്രൊട്ടക്ഷൻ പ്ലാസ്റ്ററിങ്ങും ദെൻ PCC സ്ക്രീഡ്. ഓക്കെ, അതിന്റെ മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ ലീക്കേജ് ഉണ്ടാകരുത്, അതാണ് മെയിൻ ഉദ്ദേശിക്കുന്നത്. പൊറത്തോം ബ്രിക്ക്, അതെ, പൊറത്തോമിന്റെ മെയിൻ ഒരു യുണീക് ഫീച്ചർ എന്നാ പൊറത്തോം ബ്രിക്ക് യൂസ് ചെയ്യുന്നതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ടും തെർമൽ ഇൻസുലേറ്റർ ആണ്. തെർമൽ ആൻഡ് സൗണ്ട് ഇൻസുലേറ്റേഴ്സ് ആണ്. അതായത് ചൂടും നമുക്ക് ഫീൽ ചെയ്യില്ല, അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫും ആയിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊറത്തോം ബ്രിക്ക് യൂസ് ചെയ്യുന്നത്. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ഒരു നമ്മളിപ്പോ അറിയാലോ നമുക്ക് ഡാംനെസ് അതുപോലെ ലീക്കേജ് അതും ഒന്നും ഉണ്ടാവില്ല. മീൻസ് വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഭയങ്കര കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഡാംനെസ് ഒന്നും ഉണ്ടാവില്ല. ദെൻ നമ്മൾ ടോയ്ലറ്റിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റിന്റെയും നമ്മുടെ ഫ്ലോർ എന്ന് പറയുന്നത് 3 ലെവൽസ് ഓഫ് പ്ലാസ്റ്ററിങ് വരുന്നുണ്ട്. വാട്ടർ പ്രൂഫിങ്ങും വരുന്നുണ്ട്. മെയിൻ ആയിട്ട് ലീക്കേജ് ഇഷ്യൂസ് ആണ് ഇപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റുകളിലെല്ലാം കാണുന്ന ഒരു ഇഷ്യൂസ് ആണ് ഈ ഒരു ലീക്കേജ് എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ടെക്നോളജി ചെയ്തിരിക്കുന്നത്. ദെൻ അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന CP ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആണെങ്കിലും എല്ലാം പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. കിച്ചൺ ആൻഡ് ടോയ്ലറ്റ് ഈവൻ ഫ്ലോർ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലോറിൽ ആന്റി സ്കിഡ് ആയിട്ടുള്ള ടൈൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാറ്റ് ഫിനിഷ് ആൻഡ് ആന്റി സ്കിഡ് ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യും. വാട്ടർ പ്രൊവിഷൻസും കൊടുത്തിട്ടുണ്ട്. KW വാട്ടർ ഇൻലെറ്റും കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് വാട്ടർ സോഴ്സ് എന്ന് പറഞ്ഞാൽ 3 വാട്ടർ സോഴ്സ് ആണ് വരുന്നത്. KW, ദെൻ നമുക്ക് ബോർവെൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം, സീവേജ് ട്രീറ്റ്മെന്റ്, അതെല്ലാം നമ്മുടെ വാട്ടർ സോഴ്സസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ വരുന്നത്. ജസ്റ്റ് എൻട്രി മുതൽ സ്റ്റാർട്ട് ചെയ്യണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രിയുടെ റൈറ്റ് സൈഡിലായിട്ടാണ് മിയവോക്കി ഫോറസ്റ്റ് വരുന്നത് വിത്ത് ജോഗിംഗ് ട്രാക്ക്. നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു. ദെൻ ഈവൻ നമ്മുടെ ആ മിയവോക്കി ഫോറസ്റ്റിൽ മാത്രമല്ല ജോഗിംഗ് ട്രാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ദ എൻറ്റയർ ആ ഒരു ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു ജോഗിംഗ് ട്രാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ആംഫി തിയേറ്ററിനെ സറൗണ്ട് ചെയ്തിട്ട് ദെൻ അതുപോലെ ബാഡ്മിന്റൺ കോർട്ട്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ അതെല്ലാം സറൗണ്ട് ചെയ്തിട്ടാണ് ഒരു ജോഗിംഗ് ട്രാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അത്രയും നമുക്ക് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ജസ്റ്റ് ഒരു ഫോർ എ നെയിം സേക്ക് അതിനു വേണ്ടി മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്. ദെൻ അത് കഴിഞ്ഞ് നമുക്കൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ബാഡ്മിന്റൺ കോർട്ട് വരുന്നുണ്ട്. ദെൻ ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ. ദെൻ ടുവേഴ്സ് നമ്മൾ എൻഡിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഒരു ഓക്സിജൻ പാർക്കും പ്രൊവൈഡ് ചെയ്യാം. Then another main feature is the open gym. The entry towards നമ്മൾ എൻട്രി കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഡ്രൈവ് വേ, ദെൻ ഹിയർ ഇസ് എ ലോബിയിലോട്ടുള്ള എൻട്രൻസ് ആണ്. ഡബിൾ ഹൈറ്റ് ലോബി ആയിരിക്കും വരുന്നത്. ദെൻ ഒരു ബിസിനസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അസറ്റിന്റെ ഒരു സ്യൂട്ട് റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു കെയർ ടേക്കർ റൂം, ഡേ കെയർ യൂണിറ്റ്, ദെൻ ഒരു ഫസ്റ്റ് എയ്ഡ് റൂം വരുന്നുണ്ട്, മെയ്ഡ്സ് റൂം, ഡ്രൈവേഴ്സ് റൂം, അസോസിയേഷൻ ഹാള്, ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ലെവലിൽ തന്നെ മീൻസ് ഗ്രൗണ്ട് ലെവലിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി നമ്മുടെ മിനിയേച്ചർ ഒരു കംപ്ലീറ്റ് ഓവറോൾ ലുക്ക് എങ്ങനെയാണെന്ന് നമ്മുടെ പ്രോജക്റ്റിന്റെ ഒരു ആഫ്റ്റർ കംപ്ലീഷൻ സ്റ്റേജ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതും കൂടി ഒന്ന് കാണാം. ദിസ് ഈസ് ദ സ്കെയിൽ മോഡൽ ഓർ ദ മിനിയേച്ചർ വേർഷൻ.
അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ മാസ്റ്റർ പ്ലാനിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഇത് അതിന്റെ ഒരു മിനിയേച്ചർ ആണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. എൻട്രൻസിന്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം അവിടെ ഒരു മിയാവാക്കി ഫോറസ്റ്റ് ഉണ്ട്. അതിന്റെ ഉള്ളിലൂടെ ഒരു വാക്ക് വേ കാണാം. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആംഫി തിയേറ്ററും അതിന്റെ കൂടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള നല്ലൊരു ഏരിയ ഉണ്ട്. അതിന്റെ സറൗണ്ടിങ് ആയിട്ട് വാക്ക് വേ വരുന്നുണ്ട്. ആംഫി തിയേറ്ററിന്റെ സൈഡിലായിട്ട് ഒരു ഫുൾ ബാഡ്മിന്റൺ കോർട്ട് വരുന്നുണ്ട്. ബാഡ്മിന്റൺ കോർട്ടിന്റെ സൈഡിലായിട്ട് കിഡ്സ് പ്ലേ ഏരിയ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഗസ്റ്റ് പാർക്കിംഗ് ആണ് വരുന്നത്. ഗസ്റ്റ് പാർക്കിംഗ് കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ തന്നെ ഓക്സിജൻ പാർക്ക് ഉണ്ട്. അതിൽ നമുക്ക് യോഗ സ്പേസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓക്സിജൻ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാണുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് ബീമ ബാമ്പു ആണ്. അതിൽ നിന്ന് ഓക്സിജൻ ആണ് എമിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ റിലാക്സേഷനും കിട്ടും. കൂടാതെ അതിൽ 2 ഗസിബോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈവനിങ്ങുകളിലൊക്കെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ട്. ഇതൊന്നും കൂടാതെ ഇവിടെ 122 പ്ലാന്റ്സ് ട്രീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു സൈഡിന്റെ സറൗണ്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പ്രൊജക്റ്റില് പർച്ചേസ് ചെയ്യുന്ന ഓരോ ഫാമിലിയുടെയും പേരിൽ പ്ലാന്റ് ചെയ്യുന്ന ഓരോ ട്രീസ് ആണ് ഈ കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഓരോ ഫാമിലിയുടെയും പേരിൽ പ്ലാന്റ് ചെയ്തിട്ടുള്ള ട്രീസ് ആണ്. ഇതിപ്പോ തൽക്കാലം പ്ലാന്റ് ചെയ്ത് വെച്ചാണ്. ഇതിനി ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സമയത്ത് മാറ്റിയിട്ട് ലാൻഡ്സ്കേപ്പിനനുസരിച്ച് മാറ്റി പ്ലാന്റ് ചെയ്യുന്നതാണ്. ലോവർ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന പാർക്കിംഗ് ആണ്. അതിന് താഴെ ഒരു പാർക്കിംഗ് ഫ്ലോറും കൂടെ കാണുന്നുണ്ട്. അതാണ് ഈ കാണുന്ന ഈ റാമ്പ് പോയി കയറുന്നത് ആ പാർക്കിംഗ് ഫ്ലോറിലേക്കാണ്. അത് കഴിഞ്ഞാൽ ഇതിന്റെ സൈഡിലായിട്ട് ഒരു ജിമ്മ് വരുന്നുണ്ട്, ഓപ്പൺ ജിമ്മ്. ഉള്ളില് ക്ലബ് ഹൗസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ജിമ്മിന് പുറമെ എക്സ്റ്റീരിയറിൽ കൊടുക്കുന്ന ഒരു ഓപ്പൺ ജിമ്മാണ് ഈ കാണുന്നത്. ഈ ഓപ്പൺ ജിമ്മിലും 3 ഗസിബോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഓക്സിജൻ പാർക്കിൽ പറഞ്ഞ പോലെ നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയുള്ള ഒരു സ്പേസ് ആണ് ഈ കാണുന്നതും. ഇത്രയാണ് ഔട്ടർ സൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇനി ഇന്റീരിയറിലേക്ക് പോയി കഴിഞ്ഞാൽ ഔട്ട്ഡോർ ജിമ്മിന് പുറമെ ഇന്റീരിയറിൽ പോയി കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലായിട്ട് കുറെ അധികം അമ്യൂണിറ്റീസ് ഉണ്ട്. നേരത്തെ പ്ലാൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ആ അമ്യൂണിറ്റീസ് എല്ലാം വരുന്നുണ്ട്. അതിൽ ലേഡീസ് ജിമ്മും ജെന്റ്സ് ജിമ്മും ഒക്കെ സെപ്പറേറ്റ് ആയി വരുന്നുണ്ട്. കൂടാതെ ഗസ്റ്റ് സ്യൂട്ട് ഉണ്ട്, മിനി തിയേറ്റർ ഉണ്ട്, ഡേ കെയർ ഉണ്ട്. അങ്ങനെ കുറെ അധികം അമ്യൂണിറ്റീസ് ഇൻഡോർ ആയിട്ടുണ്ട്, ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള. പിന്നെ മുകളിലേക്ക് റൂഫ് ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, വലിയ ഒരു പൂൾ ഡെക്ക് വരുന്നുണ്ട്, ഒരു പാർട്ടി ഏരിയ വരുന്നുണ്ട്. പിന്നെ കോമൺ ഓപ്പൺ ഏരിയകളിലൊക്കെ സോളാർ സിസ്റ്റം ആണ് വരുന്നത്. ഇത്രയാണ് റൂഫ് ടോപ്പിൽ പറയാനുള്ളത്. ഈ ഒരു പ്രൊജക്റ്റിൽ ടോട്ടലി 6 ടൈപ്സ് ആണ് വരുന്നത്. അതിൽ 3 3 ബെഡ്റൂമും 3 ഡബിൾ ബെഡ്റൂമാണ് വരുന്നത്, യൂണിറ്റ്സ് വരുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അതല്ലെങ്കിൽ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യാനോ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ബൈ.